കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വാട്ടർ ബോഡീസ് എന്ത് ചെയ്യാം, പൊല്യൂട്ടഡ് കണ്ടാമിനേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വായിക്കാം. വാട്ടർ പൊല്യൂഷൻ ഇസ് ദ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ്, എക്സാമ്പിൾ ലേക്സ്, റിവേഴ്സ്, ഓഷ്യൻസ്, അക്വിഫയേഴ്സ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ, വെരി ഓഫൺ ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നമ്മൾ മനുഷ്യന്മാരുടെ പ്രവർത്തികൾ മൂലം ഇങ്ങനെയുള്ളത് വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് when pollutants are discharged directly or indirectly into water bodies without കാണുന്നില്ലേ? മിസ് സ്ക്രീന് കാണുന്നില്ല, ബ്ലാങ്ക് ആണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ പറ്റുന്നുണ്ടോ പറഞ്ഞേ? സ്ക്രീൻ കാണുന്നു. കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന, അതായത് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് എയർ കണ്ടാമിനേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള പാർട്ടിക്കിൾസ്, അങ്ങനെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്, എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് പൊല്യൂട്ടൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, എയർ പൊല്യൂട്ടൻസ്. അപ്പൊ അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷനിൽ വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള പാർട്ടിക്കിൾസ്, അങ്ങനെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ പറയുന്നത് വാട്ടർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള എലമെന്റ്സ്, അതായത് പാർട്ടിക്കിൾസ് ഏതൊക്കെയാ നോക്കാം. അതായത് ഇറ്റ് ഒക്കേഴ്സ് വെൻ പൊല്യൂട്ടൻസ്, അതായത് ഇങ്ങനെ പൊല്യൂട്ടൻസ് ആർ ഡിസ്ചാർജ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻ ടു വാട്ടർ ബോഡീസ് വിത്തൗട്ട് ഇനഫ് ട്രീറ്റ്മെന്റ് ടു ഗെറ്റ് റിഡ് ഓഫ് ഹാർംഫുൾ കോമ്പൗണ്ട്സ്. അപ്പം ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസ്, പൊല്യൂട്ടൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മുടെ ഈ വാട്ടർ ബോഡീസിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. എയർ കണ്ടാമിനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയും, വാട്ടർ കണ്ടാമിനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ വാട്ടർ പൊല്യൂട്ടൻസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലമാണ്. അപ്പൊ വാട്ടർ പൊല്യൂഷൻ ഈസ് ദ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ് വെരി ഓഫൺ ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം, കൂടുതലായിട്ടും ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലമാണ് നമ്മുടെ വാട്ടർ ബോഡീസ് എന്ത് ചെയ്യുന്നത്, കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് അത് മാത്രമാണെന്നല്ല പറയുന്നത്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് കൂടുതലായിട്ടും, ഓപ്പൺ ആയിട്ട് കൂടുതലായിട്ട് നമ്മൾ കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ മനുഷ്യന്മാരുടെ കുറെ പ്രവൃത്തികൾ മൂലമാണ്. ഓക്കെ, ദെൻ ഇനി ടൈപ്സ് ആൻഡ് സോഴ്സസ് ഓഫ് വാട്ടർ. അപ്പൊ ടൈപ്സ് എന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷൻ നമ്മൾ പല ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടൈപ്സ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുന്നുണ്ടല്ലോ. ലെഫ്റ്റ് സൈഡിൽ ടൈപ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. അപ്പൊ ടൈപ്സ് എന്ന് പറയുന്നത് സർഫസ് വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, മൈക്രോബിയൽ പൊല്യൂഷൻ ഉണ്ട്, ഓക്സിജൻ ഡിപ്ലീഷൻ പൊല്യൂഷൻ ഉണ്ട്, ന്യൂട്രിയൻ പൊല്യൂഷൻ ഉണ്ട്, സസ്പെൻഡഡ് മാറ്റർ പൊല്യൂഷൻ ആൻഡ് കെമിക്കൽ പൊല്യൂഷൻ. ഇങ്ങനെ 7 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 7 ആയിട്ട് ഇതിനെ വാട്ടർ പൊല്യൂഷനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് സർഫസ് വാട്ടർ പൊല്യൂഷൻ, അതായത് നമ്മൾ സാധാരണ കാണുന്ന ലേക്സിലൊക്കെ ഉള്ള അതിന്റെ സർഫസിൽ കാണുന്ന പൊല്യൂഷൻസ്. ദെൻ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻസ്, ദെൻ മൈക്രോബിയൽ പൊല്യൂഷൻ, ഓക്സിജൻ ഡിപ്ലീഷൻ പൊല്യൂഷൻ, ന്യൂട്രിയൻ പൊല്യൂഷൻ, സസ്പെൻഡഡ് മാറ്റർ പൊല്യൂഷൻ ആൻഡ് കെമിക്കൽ പൊല്യൂഷൻസ്. ഓക്കെ, ഇനി നമ്മൾ സോഴ്സസ്, നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ സോഴ്സസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് ഈ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകാൻ കാരണം എങ്ങനെയൊക്കെയാണ്, അതിന്റെ കോസ്, അതിന്റെ കാരണങ്ങൾ എങ്ങനെയാണെന്ന്, അതിന്റെ ഉത്ഭവം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം സോഴ്സസ് പറയുന്നത് ഡയറക്റ്റ് സോഴ്സസും ഉണ്ട്, ഇൻഡയറക്റ്റ് സോഴ്സസും ഉണ്ട്. അതായത് വാട്ടർ പൊല്യൂഷന് ഡയറക്റ്റ് സോഴ്സസും ഉണ്ട്, ഇൻഡയറക്റ്റ് സോഴ്സസും ഉണ്ട്. ഡയറക്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത്, ഡയറക്റ്റ് സോഴ്സസ് ഇൻക്ലൂഡ് എഫ്ലുവന്റ് ഔട്ട്ഫോൾസ് ഫ്രം ഫാക്ടറീസ്, റിഫൈനറീസ്, വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. അതായത് ഇങ്ങനെയുള്ള ഫാക്ടറീസിൽ നിന്നും റിഫൈനറീസിൽ നിന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് പൊല്യൂട്ടൻസ് നമ്മുടെ വാട്ടറിലേക്ക്, അതായത് പുഴയിലേക്കൊക്കെ മാലിന്യങ്ങൾ തള്ളപ്പെടില്ലേ, അങ്ങനെയുള്ള ഡയറക്റ്റ് ആയിട്ട് ഫാക്ടറിയിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് പുഴകളിലേക്കും നദികളിലേക്കൊക്കെ ഒഴുക്കപ്പെടുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. Then indirect sources എന്ന് പറയുന്നത്, indirect sources include contaminants that enter the water supply from soils, groundwater system and from the atmosphere via rainwater. അതായത് ഡയറക്റ്റ് ആയിട്ടൊന്നും വരുന്നില്ല, പക്ഷെ ഇങ്ങനെ സോയിൽ നിന്നൊക്കെ സോയിലൊക്കെ ഉള്ള മാലിന്യങ്ങൾ ഇപ്പൊ റെയിൻ വാട്ടറും മഴയൊക്കെ പെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ ഒലിച്ചിട്ട് എങ്ങോട്ട് പോകും, നമ്മുടെ കടലിലേക്കും നമ്മുടെ റിവേഴ്സിലൊക്കെ ഒഴുകി പോകില്ലേ. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് സോയിലുള്ള കണ്ടാമിനൻസ് ആണ്
അത് ഡയറക്റ്റ് ആയിട്ട് വാട്ടറിലേക്ക് പോകുന്നില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അത് മഴയോ അങ്ങനെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് മൂലം ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ നദികളിലേക്ക്, നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് എത്തപ്പെടുന്ന അങ്ങനെയുള്ള സോഴ്സസിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വേസ്റ്റ് ആണ്. ഡൊമസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്നുള്ളൊക്കെ മാലിന്യങ്ങൾ തള്ളപ്പെടുന്നത്, അതിനെയാണ് ഡൊമസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ കാണുന്നുണ്ടല്ലോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഹലോ, കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ കോഴ്സസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വേസ്റ്റ്, അതായത് വീടുകളിൽ നിന്നും ഇങ്ങനെ നമ്മുടെ ഇതിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് നമ്മളിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഡംപ് ചെയ്യുന്നത്, വാട്ടറിലേക്കൊക്കെ ഡംപ് ചെയ്യുന്നത്, മാലിന്യങ്ങൾ ഡംപ് ചെയ്യുന്നത്, അതിനാണ് ഡൊമസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റ് ചെയ്യപ്പെടാൻ പറ്റിയ ഫസ്റ്റ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് ഡൊമസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ഡംപിങ് ഓഫ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് ഇൻ ടു വാട്ടർ ഹൗസ് ഹോൾഡ് വേസ്റ്റ് വാട്ടറിലേക്ക്, അതായത് വാട്ടർ ബോഡീസിലേക്ക് ഡംപ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, സ്യൂവേജ് വേസ്റ്റ്, ഇതുപോലെ സ്യൂവേജ് വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ പ്ലാസ്റ്റിക് മറ്റേ കാരണങ്ങൾ, അതൊക്കെ നമ്മൾ നദികളുടെ ഒക്കെ സൈഡുകളിലൊക്കെ ആയിട്ട് ഡംപ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ നമ്മള് ഓഷ്യൻസും ഒക്കെ കടൽക്കരകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. കുറെ അതിന്റെ കരകളിലൊക്കെ കുറെ ആയിട്ട് വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യും അല്ലെ? സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് ഡംപ് ചെയ്യും. അത് കുറച്ച് വെള്ളമൊക്കെ അധികമായിട്ട് വരുമ്പോൾ അതൊക്കെ മുഴുവനായിട്ട് നമ്മുടെ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുന്ന ഒരു അവസ്ഥ, അതാണ് സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. സോളിഡ് വേസ്റ്റ് കോസസ് ബ്ലോക്കേജ് ഇൻ ഫ്ലോ ഓഫ് വാട്ടർ. അപ്പൊ ഇതിങ്ങനെ ഡയറക്റ്റ് ഇതിന്റെ ഒരു ഫ്ലോ, നമ്മുടെ ഈ വാട്ടറിന്റെ ഫ്ലോനെ തന്നെ അത് ബ്ലോക്ക് ചെയ്യും. ഇറ്റ് കോസസ് വാട്ടർ ആസ് വെൽ ആസ് എയർ പൊല്യൂഷൻ. അത് നമ്മുടെ വാട്ടറിന് മാത്രമല്ല എയർ പൊല്യൂഷൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മുടെ ഈ സോളിഡ് വേസ്റ്റ്, അതായത് ഈ പ്ലാസ്റ്റിക് പോലുള്ള പൊള്യൂട്ടൻസ് നമ്മൾ എൻവയോൺമെന്റിൽ ഡംപ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ എൻവയോൺമെന്റ് മൊത്തത്തിലാണ് അത് വേസ്റ്റ് ആകുന്നത് അല്ലെ? അതായത് എയർ പൊല്യൂഷനും കാരണമാകുന്നുണ്ട്, പിന്നെ നമ്മുടെ വാട്ടർ പൊല്യൂഷന് കാരണമാകും. അതല്ല, വാട്ടറിന്റെ സൈഡിലാണ് ഡംപ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ടർ പൊല്യൂഷന് കാരണമാകും. കൂടാതെ അത് പിന്നെ മണ്ണിലൊന്നും അലിഞ്ഞു ചേരാൻ പറ്റാത്ത സാധനങ്ങളാണ് അല്ലെ? അതുകൊണ്ട് തന്നെ എയർ പൊല്യൂഷന് കത്തിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പല പൊല്യൂഷന് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ സോളിഡ് വേസ്റ്റ് കോസ് ബ്ലോക്കേജ് ഇൻ ഫ്ലോ ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് കോസസ് water as well as in air pollution, and polythene is main solid waste. polythene ആണ്, അതായത് polythene എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ആ ഒരു ഇൻഗ്രീഡിയന്റിനാണ് polythene എന്ന് പറയുന്നത്. polythene ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്, മെയിൻ സോളിഡ് വേസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫാക്ടറീസിൽ നിന്നും റിഫൈനറീസിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ്, അവരുടെയൊക്കെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന പുകകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ? എയർ പൊല്യൂഷനും അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ്. എയർ പൊല്യൂഷനിലേക്ക് അതിന്റെ സ്മോക്ക് ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ അത് എയറിൽ മിക്സ് ആകുമ്പോൾ എയർ പൊല്യൂഷന് കാരണമാകും. കൂടാതെ ഇങ്ങനെ വരുന്ന കുറെ വേസ്റ്റ്സ് ഉണ്ടാവുമല്ലോ, ഫാക്ടറിയിൽ നിന്ന് റിഫൈനറീസിൽ നിന്ന് വരുന്ന കുറെ വേസ്റ്റ്, അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ഉണ്ടാകുന്ന കുറച്ച് വേസ്റ്റ് ഒക്കെ അവർ ഡയറക്റ്റ് വാട്ടർ ബോഡീസിലേക്കാണ് ഡംപ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വാട്ടർ പൊല്യൂഷന് കാരണമാക്കും. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കണ്ടെയ്നിങ് paper waste, rubber, metallic, aluminum waste, etc. is thrown directly into water which pollutes water. Okay, അപ്പൊ ഇതുപോലെയുള്ള അലുമിനിയം വേസ്റ്റ്, മെറ്റാലിക്, റബ്ബർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ റിവറിലേക്കോ വാട്ടർ ബോഡീസിലേക്ക് ഡംപ് ചെയ്യുന്ന സമയത്ത്, ഫാക്ടറീസിൽ നിന്നോ റിഫൈനറീസിൽ നിന്നൊക്കെയുള്ള ഇതുപോലുള്ള മാലിന്യങ്ങൾ ഡംപ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാട്ടർ പൊല്യൂഷൻ അത് കാരണമാകുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പറയുന്നത് ആസിഡ് റെയിൻ ആണ് കേട്ടോ. ആസിഡ് റെയിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എയർ പൊല്യൂഷനും ആസിഡ് റെയിൻ ഒരു മെയിൻ കോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയർ പൊല്യൂഷൻ അല്ലെ? ആസിഡ് റെയിൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ എയർ പൊല്യൂഷൻ എങ്ങനെയാ നമ്മൾ കാരണമാവെന്ന് പറഞ്ഞത്, നമ്മുടെ എയറിലുള്ള കുറെ ഇതുപോലുള്ള പൊല്യൂട്ടൻസ് ഇങ്ങനെയുള്ള റെയിൻ മഴ പെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ എയറിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ
അല്ലെ? ഇങ്ങനെയുള്ള കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പോലെയുള്ള പൊല്യൂട്ടൻസ് നമ്മുടെ എയറിൽ കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് റെയിൻ, അല്ലെ, മഴ പെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഈ മഴയായിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ എയറിലും, അല്ലെ, മഴയുമായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ എയറും അത് പൊല്യൂട്ടന്റ് ആകും, പൊല്യൂഷൻ ആകാൻ കാരണമാകും. ദെൻ നമ്മുടെ വാട്ടറിലേക്ക്, അത് നമ്മുടെ റെയിനൊക്കെ ഡയറക്റ്റ് റെയിനിലേക്ക് വാട്ടർ പോകുന്നത് നമ്മുടെ റിവേഴ്സിലേക്ക്, ഈ വാട്ടർ ബോഡീസിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ അത് വാട്ടർ പൊല്യൂഷനും കാരണമാകുന്നുണ്ട്. ഇതുപോലുള്ള കണ്ടാമിനൻസ്, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറയുന്ന പൊല്യൂട്ടൻസ് കൂടുതലായിട്ട് എയറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മഴയും കൂടെ, അത് മഴയിലെ റെയിൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് ഫ്ലോ ചെയ്യും, അല്ലെ, നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് ഫ്ലോ ചെയ്തിട്ട് അതിലുള്ള വാട്ടർ ബോഡീസിലെ വാട്ടറിനെ കൂടി അത് കണ്ടാമിനേറ്റ് ചെയ്യും. അപ്പൊ അതാ ഒരു ആസിഡ് റെയിൻ എന്ന് പറയുന്നത് ഒരു മെയിൻ കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആണ്. ഓക്കെ, നമ്മൾ എയർ പൊല്യൂഷന്റെ കാര്യത്തിൽ നമ്മൾ ആസിഡ് റെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അക്വാട്ടിക് പ്ലാന്റ്സ്, വാട്ടർ ഹയാസിന്ത് ആൻഡ് അക്വാട്ടിക് പ്ലാന്റ് കോസസ് വാട്ടർ പൊല്യൂഷൻ. അപ്പോ പിന്നെ ഇതുപോലുള്ള വാട്ടർ ഹയാസിന്ത് എന്ന് പറഞ്ഞ ഒരു അക്വാട്ടിക് പ്ലാന്റ് ആണ് കേട്ടോ. വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത് ആ ഒരു പ്ലാന്റും എന്തിന് കാരണം, അത് കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ, കുറച്ച് ലേക്സിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കുറെ ആയിട്ട് അക്വാട്ടിക് പ്ലാന്റ്സ് ഇങ്ങനെ കൂടുതലായിട്ട് വളർന്നു വരുന്ന ഒരു സാഹചര്യം. എന്നിട്ട് അത് എന്ത് ചെയ്യും, അത് കൂടുതലായിട്ട് വരുന്ന സമയത്ത് എന്താവും, നമ്മുടെ വാട്ടറിന് അത് പൊല്യൂട്ടഡ് ആകാൻ കാരണമാകുന്നുണ്ട്. വാട്ടർ ഹയാസിന്ത്, ഒരു അക്വാട്ടിക് പ്ലാന്റിന്റെ പേരാണ് വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത്. വാട്ടർ ഹയാസിന്ത് ഈസ് ആൻ അക്വാട്ടിക് പ്ലാന്റ് ദാറ്റ് കോസസ് വാട്ടർ പൊല്യൂഷൻ ഇൻ വാട്ടർ. ഓക്കെ, ഇറ്റ് ഈസ് ലോങ് lived plant. Okay, it is long-lived plant which grows faster in water bodies and absorb all essential nutrients from water, which is vital for marine organisms. Okay, അപ്പൊ ഇതിന് ഒരു കൂടുതൽ വലിയ നീളമുള്ള ലീവ്സ് ഉള്ള ഒരു പ്ലാന്റ് ആണ് വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാല് വാട്ടറിലുള്ള ന്യൂട്രിയൻസ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പൊ അതിലുള്ള വാട്ടറിലുള്ള ന്യൂട്രിയൻസിനെ പെട്ടെന്ന് കൂടുതലായിട്ട് ഇത് അബ്സോർബ് ചെയ്തെടുക്കും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടെറർ ഓഫ് ബംഗാൾ ഡ്യൂ ടു ഇറ്റ്സ് അബണ്ടൻസ്. അപ്പൊ ടെറർ ഓഫ് ബംഗാൾ, ബംഗാളിലെ ടെറർ ഓഫ് ബംഗാൾ എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അതായത് കൂടുതലായിട്ട് ഇത് അവിടെ ബംഗാളിൽ കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നുണ്ട്. അവിടുത്തെ വാട്ടർ ബോഡീസിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഹയാസിന്ത് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ടെറർ ഓഫ് ബംഗാൾ, ഈ വാട്ടർ ഹയാസിന്തിനെ അവിടെ വിളിക്കുന്നത് ടെറർ ഓഫ് ബംഗാൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലുള്ള വാട്ടറിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഇത് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വാട്ടർ ബോഡീസിലെ, അതായത് വാട്ടറിലായിട്ട് ജീവിക്കുന്ന അക്വാട്ടിക് ഓർഗാനിസംസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ഫിഷ് ഒക്കെ പോലെയുള്ള അക്വാട്ടിക് ഓർഗാനിസംസ്, അതിന്റെയൊക്കെ കൂടുതലായിട്ട് ഇത് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ന്യൂട്രിയൻസിനൊക്കെ ഒരു ഡെഫിഷ്യൻസി വരുന്ന ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പറയുന്നത് റിലീജിയസ് മീൻസ് ആണ് കേട്ടോ. റിലീജിയസ് മീൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പല റിലീജിയസ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് മൂലം, അതായത് നമ്മൾ വാട്ടറിലേക്ക് ഡയറക്റ്റ് ഡംപ് ചെയ്യുന്നുണ്ട്, അല്ലെ, പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വാട്ടറിലേക്ക് പല വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയും നമ്മുടെ വാട്ടർ പൊല്യൂട്ടഡ് ആകാൻ കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് കോസസ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പൊ വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വാട്ടർ പൊല്യൂഷൻ എന്താന്നുള്ള ഡെഫിനിഷൻ നോക്കുക. വാട്ടർ പൊല്യൂഷൻ ഈസ് വാട്ടർ പൊല്യൂഷന്റെ ഡെഫിനിഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. എയർ പൊല്യൂഷന്റെ അതുപോലെ തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ, വാട്ടർ പൊല്യൂഷൻ ഈസ് ദ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ് very often by human activities. It occurs when pollutants are discharged directly or indirectly into water bodies without enough treatment to get rid of harmful compounds. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പൊല്യൂട്ടൻസ് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം വാട്ടർ ബോഡീസിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ പറഞ്ഞു, ഡിഫറെന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ പറഞ്ഞു. ടൈപ്സ് എന്ന് പറയുന്നത് സർഫസ് വാട്ടർ പൊല്യൂഷൻ ഉണ്ട്. ഇതൊക്കെ ഒന്നും കൂടുതലായിട്ടൊന്നും നിങ്ങൾക്കത് ടൈപ്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് സോഴ്സ് ആണ് ഇതിൽ കൂടുതലായിട്ട് മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പം സർഫസ് വാട്ടർ പൊല്യൂഷൻ, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ, മൈക്രോബിയൽ പൊല്യൂഷൻ, ഓക്സിജൻ ഡിപ്ലീഷൻ പൊല്യൂഷൻ, ന്യൂട്രിയൻ പൊല്യൂഷൻ, സസ്പെൻഡഡ് വാട്ടർ മാറ്റർ പൊല്യൂഷൻ, കെമിക്കൽ പൊല്യൂഷൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഇതിലൊക്കെ കാറ്റഗറിയിലൊക്കെ വരും. കെമിക്കൽ പൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഫാക്ടറീസിൽ നിന്നൊക്കെ വരുന്ന കെമിക്കൽസ് ഒക്കെ വാട്ടർ ബോഡീസിലേക്ക് ആഡ് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ. ഓക്കെ, ദെൻ സോഴ്സസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സോഴ്സസും ഉണ്ട്, ഇൻഡയറക്റ്റ് സോഴ്സസ് ഉണ്ട്. ഡയറക്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഫാക്ടറീസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വാട്ടർ ബോഡീസിലേക്ക് കണ്ടാമിനൻസ്, അതായത് നമ്മുടെ പൊല്യൂട്ടൻസ് ആഡ് ചെയ്യപ്പെടുന്ന
ഡംപ് ചെയ്യപ്പെടുന്ന ഡയറക്റ്റ് ആയിട്ട് ഡംപ് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് ഡയറക്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഡംപ് ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ സോയിലിലോ നമ്മുടെ എൻവയോൺമെന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും റെയിൻ വാട്ടർ വഴിയോ അങ്ങനെ പലയുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം ഇൻഡയറക്റ്റ് ആയിട്ട് വാട്ടർ ബോഡീസിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള സോഴ്സസിനെയാണ് ഇൻഡയറക്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇൻഡയറക്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ റെയിൻ വാട്ടർ, ആസിഡ് റെയിൻ ഒക്കെ ഇൻഡയറക്റ്റ് സോഴ്സസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ടല്ലല്ലോ വരുന്നത്. ഇത് എൻവയോൺമെന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന, എയറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള പൊള്യൂട്ടൻസ് നമ്മൾ കൂടുതൽ ഈ പൊള്യൂട്ടൻസ് റെയിൻ വാട്ടറിലൂടെ ആഡ് ചെയ്യപ്പെട്ടിട്ടാണ് നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അതൊക്കെ ആസിഡ് റെയിൻ ഒക്കെ നമുക്ക് ഇൻഡയറക്റ്റ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞത് ഓരോന്നും നോക്കുകയാണ് ചെയ്തത്. അപ്പൊ കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷനിൽ മെയിൻ ആയിട്ടുള്ളത് ഫസ്റ്റ് ഡൊമസ്റ്റിക് വേസ്റ്റ്, അതായത് ഡംപിങ് ഓഫ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് ഇൻ ടു വാട്ടർ. ഹൗസ് ഹോൾഡ് വേസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് വാട്ടറിലേക്ക് ഡംപ് ചെയ്യുന്നതിനാണ്. അത് ഡംപ് ചെയ്യുന്നത് ഒരു വാട്ടർ പൊല്യൂഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്, മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് കേട്ടോ. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്യൂവേജ് വേസ്റ്റ്. ഇതുപോലെ തന്നെ സ്യൂവേജ് വേസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള വേസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഡംപ് ചെയ്യുക. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് ഡംപ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അതും ഫാക്ടറിയിൽ നിന്നുള്ള റിഫൈനറീസിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ്, അലുമിനിയം ഒക്കെ പോലെയുള്ള വേസ്റ്റ്, മെറ്റാലിക് ഒക്കെ പോലെയുള്ള വേസ്റ്റ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് പിന്നെ വാട്ടർ ബോഡീസിലേക്ക് ഡംപ് ചെയ്യുക. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ആസിഡ് റെയിൻ ആണ് കേട്ടോ. ആസിഡ് റെയിൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള പൊല്യൂട്ടൻസ്, കാർബൺ കെമിക്കൽ ആയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സ്, നമ്മുടെ എയറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് റെയിൻ വാട്ടർ വഴി നമ്മുടെ വാട്ടറിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. ദെൻ അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പറഞ്ഞത് വാട്ടർ ഹയാസിന്തിനെ കുറിച്ചിട്ടാണ്. വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മുടെ വാട്ടർ പൊല്യൂട്ടഡ് ആകാൻ പറ്റിയ ഒരു പ്ലാന്റ്. അത് കൂടുതലായിട്ടും അബണ്ടന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത് കൊണ്ട്, അത് കൂടാതെ നമ്മുടെ വാട്ടറിലുള്ള മിനറൽസിനെ, ന്യൂട്രിയൻസിനെ അത് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു മെയിൻ കോസ് ആയിട്ട് പറയാം. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റിലീജിയസ് മീൻസ് ആണ്. അതായത് നമ്മുടെ കുറച്ച് മതപരമായ ആചാരങ്ങൾ മൂലം നമ്മുടെ വാട്ടർ ബോഡീസിനെ നമ്മൾ മലിനമാക്കപ്പെടുന്ന ഒരവസ്ഥ. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഹലോ? ക്ലിയർ ആണല്ലോ? ഹലോ? ഹലോ? പറഞ്ഞേ, ഒരാൾ പറഞ്ഞേ, റോഷ്നി പറഞ്ഞേ. മിസ് സ്ക്രീന് കുറച്ചു നേരം ഒന്ന് ഫ്രോസ് ചെയ്യണം, കുറച്ച് നേരം. കാണാൻ പറ്റിയിട്ടില്ല? കാണുന്നുണ്ടേനോ, ആ ഇൻഡസ്ട്രിയൽ അവിടെ തന്നെ സ്റ്റക്ക് ആയിട്ടുണ്ട്. ഓക്കെ 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 ഞാനത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് സ്ലൈഡ്സ് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഞാനിപ്പോ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ആ, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതൊക്കെ ഓക്കെ ആണല്ലോ? ആ, ഓക്കെ. ഇൻഡസ്ട്രിയൽ മുതലാണല്ലേ? ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ? ആ, കാണുന്നുണ്ട്. ഓക്കെ. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറഞ്ഞത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കണ്ടെയ്നിങ് പേപ്പർ വേസ്റ്റ്, റബ്ബർ, മെറ്റാലിക്, അലുമിനിയം വേസ്റ്റ് എക്സെട്ര ഈസ് ഡ്രോൺ ഡയറക്ട്ലി ഇൻ ടു വാട്ടർ വിച്ച് പൊല്യൂട്ട്സ് വാട്ടർ. അതായത് നമ്മൾ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വേസ്റ്റ്, റിഫൈനറീസിൽ നിന്നും ഫാക്ടറീസിൽ നിന്നൊക്കെ വരുന്ന ഇങ്ങനെയുള്ള സോളിഡ് ആയിട്ടുള്ള മെറ്റാലിക്കും അലുമിനിയം ഒക്കെ പോലുള്ള പല വേസ്റ്റ് അല്ലെ, ഇതൊരു മെറ്റൽ ഇൻഡസ്ട്രി ആണ്. അതായത്
കുറെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതായത് മെറ്റൽസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന ഫാക്ടറീസ്, അങ്ങനെയൊക്കെയുള്ള ഫാക്ടറീസിൽ നിന്നൊക്കെ അവരുടെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, മെറ്റാലിക് വേസ്റ്റ് ഉണ്ടാവും. അതല്ല ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറീസ് എന്നൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ട് പല കോമ്പൗണ്ട്സ് ഉണ്ടാവും വേസ്റ്റ് ആയിട്ട്. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാട്ടറിലേക്ക് ഡംപ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പുറത്ത് വ്യാവസായികമായിട്ട് കുറെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന നമുക്ക് വേസ്റ്റ് അലുമിനിയം ആകാം, മെറ്റാലിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ആകാം, അലുമിനിയം അങ്ങനെയുള്ള അയൺ പോലുള്ള പല കാര്യങ്ങളും, അങ്ങനെയുള്ള മെറ്റൽസ് വേസ്റ്റ് ആയിട്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് കാണാം. നമ്മുടെ പുഴയുടെ ഒക്കെ നദികളുടെ ഒക്കെ അടുത്തായിരിക്കും, കൂടുതൽ അടുത്താണെങ്കിൽ തന്നെ ഫാക്ടറീസ് ഉണ്ടെങ്കിൽ അവരൊക്കെ ഡയറക്റ്റ് ആയിട്ട് അത് നമ്മുടെ ഈ റിവേഴ്സിൽ വാട്ടർ ബോഡീസിലാണ് ഡംപ് ചെയ്യുക. അങ്ങനെയുള്ള വേസ്റ്റിനാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞത് ആസിഡ് റെയിൻ. അപ്പൊ പറഞ്ഞതൊക്കെ ക്ലിയർ ആണല്ലോ. ആസിഡ് റെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ്, എയറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കെമിക്കൽ കോമ്പൗണ്ട്സ് നമ്മുടെ റെയിൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് എൻ്റർ ചെയ്യുക, വാട്ടർ ബോഡീസിലേക്ക് ആഡ് ചെയ്യപ്പെടുക. ഓക്കെ, നമ്മൾ എയറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കുറെ പൊല്യൂട്ടൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ് എന്നൊക്കെ പറഞ്ഞ കുറെ കോമ്പൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓക്കെ പറഞ്ഞോ. സ്ക്രീൻ ബ്ലാക്ക് ആയിട്ട് പോയി, ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ല? ഇല്ല. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ ആസിഡ് റെയിൻസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇമേജ് മാത്രം ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. സൾഫർ ഡയോക്സൈഡ് എമിഷൻസ് അതൊക്കെ വാട്ടറിൽ, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എയറിൽ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫാക്ടറിസിൽ നിന്നൊക്കെയുള്ള സ്മോക്കിലൂടെയൊക്കെ നമ്മുടെ എയറിൽ ഇങ്ങനെ കൂടുതലായിട്ട്, നമ്മൾ പറഞ്ഞല്ലോ എൻവയോൺമെന്റിൽ കൂടുതലായിട്ട് അത് അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മഴ പെയ്യുവാണെങ്കിൽ, അതായത് റെയിൻ വാട്ടറുമായിട്ട് അത് മിക്സ് ചെയ്തിട്ട്, നമ്മുടെ റെയിൻ വാട്ടർ എന്ന് പറയുന്നത് അത് ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടേക്കായിരിക്കും, ഇങ്ങനെയുള്ള വാട്ടർ ബോഡീസിലേക്കായിരിക്കും അല്ലെ, ലേക്സ്, റിവേഴ്സ് ഒക്കെ പോലെയുള്ള വാട്ടർ ബോഡീസിലേക്കായിരിക്കും ഇത് ഫ്ലോ ചെയ്യുന്നത്, റെയിൻ വാട്ടർ. അപ്പൊ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ്, കെമിക്കൽ കോമ്പൗണ്ട്സ്, അതായത് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ഈ റെയിൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഈ വാട്ടർ ബോഡീസിലേക്ക് എൻ്റർ ചെയ്യുക, ആഡ് ചെയ്യപ്പെടുക. അപ്പൊ അതിനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള മിക്സ് ചെയ്ത് ഈ റെയിൻ വാട്ടറുമായിട്ട് ഇങ്ങനെയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ്, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് മിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആസിഡ് റെയിൻ നമ്മൾ ഫ്ലോ ചെയ്യുന്നത് നമ്മുടെ വാട്ടർ ബോഡീസിലേക്കാണ്. അപ്പൊ നമ്മുടെ വാട്ടർ ബോഡീസിലുള്ള ലേക്സിലൊക്കെയുള്ള നമ്മുടെ പ്യൂർ ആയിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യും, ഈ വാട്ടറുമായിട്ട്, ഈ ആസിഡ് റെയിനുമായിട്ട്, ആ വാട്ടറുമായിട്ട് എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ സാധാരണയുള്ള പ്യൂർ വാട്ടർ എന്ത് ചെയ്യും, ഇംപ്യൂർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്, അതൊരു മെയിൻ കോസ് ആണ്. അത് വാട്ടർ പൊല്യൂട്ടഡ് ആകാൻ പറ്റിയ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആസിഡ് റെയിൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ടല്ലോ ഇപ്പൊ? ഹലോ, ഇപ്പൊ കുഴപ്പമില്ലല്ലോ? സ്ക്രീന് പിന്നെയും ബ്ലാക്ക് ആയി. പിന്നെയും ബ്ലാക്ക് ആയോ? ഇപ്പോഴുണ്ട് പ്രോബ്ലം? ഇപ്പോഴുണ്ടോ? ഇപ്പൊ ഓക്കെയാണ്. അപ്പൊ ആസിഡ് റെയിൻ എങ്ങനെയാ നമ്മുടെ വാട്ടറിലേക്ക് എങ്ങനെയാ ഒരു കോസ് ആകുന്നത് മനസ്സിലായില്ലേ? കാരണം എങ്ങനെയാന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ഇല്ലേ? ഹലോ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ, അല്ലെങ്കിൽ പ്രോബ്ലം പിന്നെയും വരും. പറഞ്ഞേ, ആസിഡ് റെയിനിന്റെ കാര്യം മനസ്സിലായില്ലേ? എങ്ങനെയാണ് നമ്മുടെ വാട്ടറിനെ പൊല്യൂട്ടഡ് ആക്കാൻ ആസിഡ് റെയിൻ എങ്ങനെയാ കാരണമാകുന്നത് മനസ്സിലായില്ലേ? റോഷിനി തന്നെ പറഞ്ഞോ? ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. കാണുന്നുണ്ടല്ലോ?
മിസ് കാണുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ അക്വാട്ടിക് പ്ലാന്റ്സ് എങ്ങനെയാണ് നമ്മുടെ വാട്ടർ മലിനീകരിക്കപ്പെടാൻ എങ്ങനെ കാരണമാകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് വാട്ടറിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടറിൽ ഗ്രോ ചെയ്യുന്ന, വാട്ടർ ബോഡീസിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ലേക്സിലൊക്കെ കൂടുതലായിട്ടും ഇതുപോലെ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ കൂടുതലായിട്ടും ഗ്രോ ചെയ്ത് നിൽക്കുന്ന നമ്മൾ കാണാറുണ്ട്, ഇല്ലേ? അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വാട്ടർ ഹയാസിന്ത്. വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത് ഒരു അക്വാട്ടിക് പ്ലാന്റ് ആണ്. അതിന് ലോങ് ആയിട്ടുള്ള ലീവ്സ് ഉണ്ടാകും. അപ്പൊ അതെന്ന് വെച്ചാല് ഈ നമ്മുടെ വാട്ടറിൽ കുറെ ന്യൂട്രിയൻസ് ഉണ്ടാവുമല്ലോ, വാട്ടർ ബോഡീസിൽ കുറെ ന്യൂട്രിയൻസ് ഉണ്ട്. ആ ന്യൂട്രിയൻസ് ഒക്കെ കൂടുതലായിട്ടും ഈ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്ന അക്വാട്ടിക് പ്ലാന്റ് അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് വാട്ടറിലുള്ള അക്വാട്ടിക് ഓർഗാനിസംസിനൊക്കെ അതെന്ത് ചെയ്യും, കൂടുതലായിട്ട് എഫക്ട് ചെയ്യും. ഓക്കെ, വാട്ടറിലുള്ള അക്വാട്ടിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിഷ് ഒക്കെ പോലെയുള്ള പല ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. നമ്മുടെ വാട്ടർ ബോഡീസിലുള്ള ഈ ന്യൂട്രിയൻസിനൊക്കെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേയേറെ വാട്ടർ ഓർഗാനിസംസ് ഉണ്ട്, അക്വാട്ടിക് ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ കൂടുതലായിട്ട് ന്യൂട്രിയൻസ് ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ വാട്ടർ അക്വാട്ടിക് ഓർഗാനിസംസിനെ അത് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മുടെ വാട്ടർ ബോഡീസിലുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, കൂടുതലായിട്ടും ഇതെന്ത് ചെയ്യും, നന്നായിട്ട് ഗ്രോ ചെയ്യും, അബണ്ടന്റ് ആയിട്ട് ഗ്രോ ചെയ്യും. ഓക്കെ, വാട്ടർ ബോഡീസിൽ തന്നെ തിങ്ങി നിറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാട്ടറിനെ ഇത് പൊല്യൂട്ടഡ് ആക്കാൻ ഒരു കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ടറിനെ പൊല്യൂട്ടഡ് ആക്കാൻ ഈ അക്വാട്ടിക് പ്ലാന്റ്, വാട്ടർ ഹയാസിന്ത് പോലെയുള്ള അക്വാട്ടിക് പ്ലാന്റ് ഒരു കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇത് ബംഗാൾ എന്ന് പറയുന്ന ആ സൈഡിലൊക്കെ, ബംഗാളിലൊക്കെ കൂടുതലായിട്ടും ഇത് നമ്മളെ ഇവിടെ കാണുന്നത് പോലെയല്ല, അതിനേക്കാളും കൂടുതലായിട്ട് അവിടെയൊക്കെ ഇത് കാണപ്പെടാറുണ്ട്. ഈ വാട്ടർ ബോഡീസിലൊക്കെ ഈ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്ന ഈ പ്ലാന്റ് അവിടെ കാണാറുണ്ട്, കൂടുതലായിട്ടും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരവിടെ അതിനെ വിളിക്കുന്നത് ടെറർ ഓഫ് ബംഗാൾ എന്നാണ് ഈ ഒരു പ്ലാന്റിനെ വിളിക്കുന്നത്. ഈ വാട്ടർ ഹയാസിന്തിനെ അവര് അവിടെ കൂടുതൽ അവർ വിളിക്കുന്ന വേറൊരു പേരാണ്, അവരുടെ നാമമാണ് ടെറർ ഓഫ് ബംഗാൾ. ഓക്കെ, അപ്പൊ അതാ പറഞ്ഞത് ഈ വാട്ടർ ഹയാസിന്ത് വാട്ടർ പൊല്യൂട്ടഡ് ആകാനുള്ള ഒരു മെയിൻ കാരണമാണ്. വാട്ടർ ഹയാസിന്ത് മാത്രമല്ല, കൂടുതലായിട്ടും പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള അക്വാട്ടിക് പ്ലാന്റ്സ് കൂടുതലായിട്ട് അബണ്ടന്റ് ആയിട്ട് ഇങ്ങനെ വളരുന്ന അക്വാട്ടിക് പ്ലാന്റ്സ് വാട്ടർ പൊല്യൂട്ടഡ് ആകാന് കാരണമാകുന്ന പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് കാണുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. മിസ് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് റിലീജിയസ് മീൻസ് ആണ്. അതായത് മതപരമായ കുറെ ആചാരങ്ങൾ മൂലം, അതായത് നമ്മൾ വാട്ടറിലേക്ക് ഇങ്ങനെയുള്ള കുറച്ച് സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യപ്പെടാറുണ്ട്. പല മതത്തിലുള്ള കൂടുതലായിട്ടും വാട്ടറിലേക്ക് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ എന്ത് ചെയ്യപ്പെടാറുണ്ട്, ഇങ്ങനെയുള്ള സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കാം, നമ്മുടെ വാട്ടർ പൊല്യൂട്ടഡ് ആയിട്ട് മാറാം. ഓക്കെ, ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഞാനിനി അസൈൻമെന്റ് തരുമ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമല്ല കൂടുതലായിട്ടും വേറെ എന്തെങ്കിലുമൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാട്ടോ, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. അതായത് വാട്ടർ പൊല്യൂട്ടഡ് ആകാൻ പറ്റിയ കാരണങ്ങൾ, സോഴ്സസ് എന്താന്നുള്ളത് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് അസൈൻമെന്റിൽ ഞാൻ അത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ കുറച്ചും കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം അതും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ സ്ലൈഡ്സ് ഒക്കെ കണ്ടല്ലോ. ഓക്കെ ആണല്ലോ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? പറഞ്ഞേ.